വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം ഡൽഹി നമ്മൾ പോയ അന്നേരം മിസ്റ്റർ ബീസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഷിജാനും മിസ്റ്റർ ബീസ്റ്റിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത് ഗൈസ്. അന്നേരം ഇന്നലെ മിസ്റ്റർ ബീസ്റ്റ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു ഗൈസ്. അന്നേരം ഞാൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത്. ഞാൻ എന്തായാലും വന്നപ്പോൾ പുതിയ ഡ്യൂക്ക് ബൈക്കും കൊണ്ടുവന്ന് ഗൈസ്. ഞാൻ ഷിൻജാനെ വിളിക്കാൻ പോകണം കേട്ടോ. 4 വളർത്തു മുതലേ കൊണ്ടുവന്നു കേട്ടോ. ഇത് വളർത്തു മുതലെയാണ്, ഇതൊന്നും ചെയ്യത്തില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം, വേണമെങ്കിൽ ചാടി കാണിച്ചു തരാം. കണ്ടാ ഗൈസ്, എന്നെ ഒന്നും ചെയ്യത്തില്ല. കണ്ടോ, വളർത്തു മുതലെയാണ്. ഇവർക്കൊക്കെ ട്രെയിൻ ചെയ്തതാണ് കേട്ടോ ഇവരെയൊക്കെ ഗൈസ്. നമ്മളെ ഡിഫൻഡർ ഇവിടെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ പുതിയ ഡ്യൂക്ക് ബൈക്കും കൊണ്ടുവന്നു ഗീസ്. നമുക്ക് ഈ ഡ്യൂക്കിൽ പോവാൻ ഷിൻജാനെ വിളിക്കാൻ. ഗീസ്, നമ്മളെ ഡ്യൂക്കിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ, ഇന്ത്യ എന്നാണുള്ളത് നമ്മളെ ഡ്യൂക്കിൻ്റെ നമ്പർ പ്ലേറ്റ്. നമ്മളെ ഡ്യൂക്ക് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗേസ് നമുക്ക് ഫ്രണ്ടൊക്കെ എന്തൊരു ലുക്കാണ്. ഇതാ സൈഡൊക്കെ നോക്കും ഗേസ്. നമുക്ക് ഹെൽമെറ്റ് വെച്ചോണ്ട് പോകാം, എവിടെയെങ്കിലും മറന്നടിച്ചൊന്ന് പണിയിട്ട് ഗേസ്. ഇവിടെ ബാക്ക് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഇന്ത്യ എന്ന നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഗേസ്. അന്നേരം നമുക്ക് പോകാം കേട്ടോ ഗേസ്. ഞാൻ ഡ്യൂക്ക് കൊണ്ട് ആ വണ്ടിയുടെ മണ്ടേ കൂടെ ചാടിക്ക് കാണിച്ചു കേട്ടോ ഗേസ്. നമുക്ക് ഗേസ് അങ്ങേരി ഗേസ് പണി കിട്ടി. ഞാനേ ഇച്ചിരി ദൂരെ നിന്ന് ചാടണമായിരുന്നു ഗേസ്. ഞാൻ അടുത്തോട്ട് വന്ന് ചാടി. കുഴപ്പമില്ല, നമുക്ക് പുതിയ വേറെ ഏതെങ്കിലും വണ്ടി അവിടെ പോയി ചാടാം ഗീസ്. ഗീസ് ആ KTM-ൻ്റെ വണ്ടിയിൽ കൂടെ ഞാൻ പോയി ചാടാം ഗീസ്. കണ്ട, ഞാൻ ബുഗാട്ടിയുടെ വണ്ടിയിൽ കൂടെ ചാടാം ഗീസ്. ബുഗാട്ടിൻ്റെ വില്ലനാണ് ഗീസ്. ഗീസ് നമ്മൾ പോലീസായിട്ട് നമ്മൾ വെറുതെ ഇടത്തില്ല ഗീസ്. ചാടിയതാണ് സ്റ്റാൻഡിൽ ചെന്ന് അവനെ ഞാൻ ബുഗാട്ടി കള്ള ഗീസ്. അവൻ പോന്ന് അവനെ വെറുതെ വിടാൻ പാടില്ല ഗീസ്. അവനെ ഒരിക്കലും വെറുതെ വിടല്ലേ ഗീസ്. അവൻ അങ്ങ് ദൂരെ പോയി കള്ളൻ ഗീസ്. അവൻ രക്ഷപ്പെട്ടു ഗീസ്. എന്താ ഗീസ്, കഷ്ടം തന്നെ ഗീസ് എൻ്റെ ജീവിതം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ കള്ളന്മാരെ കിട്ടുമല്ലോ ഗീസ്. നമ്മളിപ്പം അയ്യോ ഗീസ്, ഇത് നമ്മൾ ഓഫീസിൻ്റെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓഫീസിൻ്റെ താഴത്തെ ലിഫ്റ്റിൽ ഇതാണ് ഗീസ്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ വേറെ എൻ്റെ കയ്യിൽ കിട്ടത്തില്ല ഗീസ്. നമ്മളെ വണ്ടി എന്ത് അടക്കണം ഗീസ്. ഗീസ് നമ്മൾ ഗീസ് നമുക്ക് പോവാം. ആ ബുഗാട്ടിയുടെ വണ്ടി കൂടെ ചാടിപ്പിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലാവുന്നു അവ വില്ലനാണെന്ന്. ഗീസ്, നമ്മൾ മിസ്റ്റർ ബീസ്റ്റിന് കൊടുത്ത വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗീസ്. നമ്മൾ ഈ വീട് മിസ്റ്റർ ബീസ്റ്റിന് കൊടുത്തതാണ് കേട്ടോ. മിസ്റ്റർ ബീസ്റ്റിൻ്റെ രാജ്യത്ത് നിന്ന് വന്നപ്പം ഗീസ് അന്നേരം ഗീസ് നിങ്ങൾക്കൊരു ബൈക്കൊക്കെ വെക്കുന്ന സീക്രട്ട് അറ കാണാമോ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീട്ടിൽ? അത് അവൻ ഇന്നലെ ഏതോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബീസ്റ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അന്നേരം അവൻ ഈ ഓരോ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ബൈക്ക് ഇങ്ങോട്ട് വെക്കുവാണ് കേട്ടോ ഗീസ്. നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗീസ്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ രാജ്യം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗീസ്. അങ്ങനെ നമുക്ക് ഷിൻജാനെ കൊണ്ടുപോകാം. അല്ല, ഷിൻജാനും മിസ്റ്റർ ബീസ്റ്റ് എന്ത് ചെയ്യും? മിസ്റ്റർ ബീസ്റ്റിനെ കാണുന്നില്ലല്ലേ. അവർ മേളിൽ കാണും ഗീസ്. ആ ഷിൻജാൻ വിശക്കുന്നൊന്നും എല്ലാം പറഞ്ഞു കാണും. അതിന് മിസ്റ്റർ ബീസ്റ്റ് വല്ലതും എടുത്തു കൊടുത്താൽ കിച്ചണിൽ കാണും. അവർ രണ്ടുപേരും കാണും അവിടെ. കിച്ചണിലും ഇല്ലല്ലോ, ബാൽക്കണി കാണും ഗീസ്. ബാൽക്കണിയിലും ഇല്ലേ. ഇപ്പോൾ എവിടെ പോയേക്കുന്നവർ ഗീസ്? നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കാം. എന്തായാലും ഇവിടെ തന്നെ കാണാം. അവർ വേറെ അങ്ങോട്ടും പോകാൻ വഴിയില്ല. അവർക്ക് ഇന്ന് ഞാൻ വരുമെന്നറിയാം. അന്നേരം അങ്ങോട്ടും പോകാൻ വഴി കാണത്തില്ല. ടോയ്ലറ്റിലും ഇല്ലേ ഗീസ്? ഇവിടെ ഇല്ലേ ഗീസ്? മുകളിൽ മൊത്തം നോക്കിയില്ല. ഇതെന്തോ രാവിലെ ചായ കുടിച്ച കപ്പൊക്കെ ഇരിക്കുന്നു. രാവിലെ എവിടെയെങ്കിലും പോയാടേ ഗീസ്. നമുക്ക് മിസ്റ്റർ ബീസ്റ്റിനെ വിളിച്ച് ചോദിക്കാം.
ഗേസ് അങ്ങനെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട്. എടാ ഹലോ മിസ്റ്റർ ബീസ്റ്റ്, ഞാൻ അന്നേരം ഇന്ന് വന്ന് ജോബ് കഴിഞ്ഞിട്ട് അന്നേരം മിസ്റ്റർ ബീസ്റ്റ് നീയേ നിന്നെ ഷിൻചാനെ വീട്ടിൽ കാണുന്നില്ലല്ലേ? എടാ ഫ്രാങ്കിളിനെ ഞാനാണെങ്കിലേ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. എന്നാലും ഇൻ്റർവ്യൂക്ക് വന്നപ്പോൾ ഷിൻചാനെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്ന ഫ്രാങ്കിളിനെ. അതാണ് മിസ്റ്റർ ബീസ്റ്റ്. എടാ മിസ്റ്റർ ബീസ്റ്റെ, പിന്നെ നീ ആ ഷിൻചാൻ്റെ കയ്യിലോട്ടൊന്ന് ഫോൺ കൊടുത്തേ, ആ ഫ്രാങ്കിളിനെ. എടാ ഷിൻചാനെ, നീ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ വീട്ടിൽ പോകണോ? നീ വരുന്നില്ലയോ ഫ്രാങ്കിളിനെണ്ണ? ഞാൻ വരുന്നില്ല, ഞാൻ കുറച്ച് ദിവസം മിസ്റ്റർ ബീസ്റ്റ് അണ്ണൻ്റെ കൂടെ വെക്കാം. ആ ശരിയെങ്കിൽ ആ മിസ്റ്റർ ബീസ്റ്റ് ശരിയെങ്കിൽ കേട്ടാ. ഗേസ് അങ്ങനെ അവരയച്ചിട്ടുണ്ട്. ഗേസ് അവൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കൂടെ ഇൻ്റർവ്യൂവിലുണ്ട് കേട്ടോ. ഗേസ് അന്നേരം അവൻ പറയുന്ന കുറച്ച് ദിവസം ഇവിടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കൂടെ വെക്കുവാണെന്നാണ്. ഗേസ് ഈ വീഡിയോ ഞാൻ മിസ്റ്റർ ബീസ്റ്റിന് കൊടുത്തതാണ് കേട്ടോ. ഇത് അവൻ ഇവിടെ വരുമ്പോൾ അവന് ഈ വീടിന് കൊടുക്കുന്നതാണ്. ഗേസ് അന്നേരം പണ്ടൊക്കെ വരുമ്പോൾ എനിക്ക് ചാനലില്ലായിരുന്നല്ലോ, അന്നേരം എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളെ. ഗേസ് അന്നേരം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ഗേസ്. അന്നേരം ഞാൻ ഷിൻചാൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കൂടെ വെക്കട്ടെ ഗേസ് കുറച്ചാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് ഇനി കുറച്ച് ദിവസം കൂടി നാട്ടിൽ കാണും, ഒരു 1.5 മാസമൊക്കെ. അന്നേരം പിന്നെ മിസ്റ്റർ ബീസ്റ്റ് അങ്ങ് അവൻ്റെ നാട്ടിൽ പോകും കേട്ടോ. യെസ്, ഞാൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ നാടൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. മിസ്റ്റർ ബീസ്റ്റിൻ്റെ നാടിനെ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അന്നേരം ആ റെഡ് വണ്ടി ഒന്ന് ചോക്കണം. ഇപ്പോൾ അതൊന്നാണ് കളഞ്ഞാണ്. നമുക്ക് ഹെൽമെറ്റ് വെക്കാൻ മതി. ഞാൻ ആ വണ്ടിയുടെ മണ്ടേ കൂടെ ചാടിച്ച് കാണിച്ചായിരുന്നു ഗേസ്. കണ്ട ഗേസ്. അയ്യോ, ഞാനെന്തിനാ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്? അവൻ ഗേസ് അന്നേരം ഒരു കാര്യം പറയാം. ഗേസ് അന്നേരം മിസ്റ്റർ ബീസ്റ്റിൻ്റെ രാജ്യത്ത് ഒരു വട്ടം ഞാൻ പോയി കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗേസ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ രാജ്യത്ത് എന്നെ കണക്കത്തെ വീടുണ്ട്, മൈക്കിളിൻ്റെ കണക്കത്തെ വീടും ഉണ്ട്, പിന്നെ മിസ്റ്റർ ബീസ്റ്റിനെ ഇവിടെ കൊടുത്തേക്കുന്നില്ല, അത് കണക്കത്തെ വീടുണ്ട് ഗേസ്. അതാണ് ട്വിസ്റ്റ്. പക്ഷേ മൈക്കിളിൻ്റെ അതേ കണക്കത്തെ വീട് ഇല്ലായിരിക്കും. അവ എൻ്റെ അടുത്ത് അവ ഇതാണ് പറഞ്ഞിട്ടുണ്ടോ, അത് അന്നേരം കാണത്തില്ലായിരിക്കും കേട്ടോ ഗേസ്. അന്നേരം ഷിൻചാൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കൂടെ ആയിക്കട്ടെ ഗേസ്. അന്നേരം മിസ്റ്റർ ബീസ്റ്റിൻ്റെ രാജ്യം കാണിച്ചു തന്നെയായിരിക്കും ഗേസ്. അന്നേരം ഈ മുതലയുടെ എൻ്റെ മുതൽ കുഞ്ഞുങ്ങൾ എന്ത് എന്തെങ്കിലും ആട്ട് അവരെന്തായാലും അതിനകത്ത് കാണും ഗേസ്. അന്നേരം ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്തിട്ട് കമൻറ്റിൽ കൂടെ എങ്ങനെ ഉണ്ടോയെന്ന് അറിയിക്കുക ഗേസ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ ബൈ.